ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ്റെ പോസ്റ്റർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. സോ ദിസ് ഈസ് ദ ഡിസൈനർ ആൻഡ് വെൽക്കം ടു ദ ന്യൂ വീഡിയോ. നമുക്കറിയാം, ഒരു പോസ്റ്റർ ഡിസൈനിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു പോസ്റ്ററിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഇതിൻ്റെ സബ്ജക്റ്റും എല്ലാം ഒരേ ഫോട്ടോയാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇതിന് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തവണ ചെയ്യാൻ പോകുന്നത് നമ്മൾ ChatGPT യൂസ് ചെയ്തുകൊണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ChatGPT ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് എന്താണോ വേണ്ടത്, എന്ത് ബാക്ക്ഗ്രൗണ്ട് ആണോ വേണ്ടത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോംപ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ സാന്റ വിത്ത് കൂളിംഗ് ഗ്ലാസ് ഹോൾഡിംഗ് ഫയർ ടോർച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോംപ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രോംപ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇമേജ് ഇവിടെ ജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ ജനറേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ആ ഒരു ഇമേജ് നിങ്ങൾക്ക് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇമേജ് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അല്ല, ഇനി ഓക്കെ അല്ല എങ്കിൽ ഒന്ന് റീജനറേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്താൽ വേറൊരു ഇമേജ് ഇവിടെ ലോഡായിട്ട് വരും. സോ ആ ഒരു ഇമേജ് ഓക്കെ ആണെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യുക. എനിക്ക് ഇതിൻ്റെ റെസൊല്യൂഷൻ ഒന്ന് മാറ്റേണ്ടതുണ്ടായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, ആ ഒരു റെസൊല്യൂഷൻ, അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി മോഡിൻ്റെ ആ ഒരു റെസൊല്യൂഷൻ ഞാനിവിടെ കൊടുക്കുകയാണ്. ഫൈനലി ഞാൻ ഈ ഒരു ഇമേജ് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു കോൺടെക്സ്റ്റിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് വേണ്ടതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഇമേജ് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ സാധാരണ പോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇപ്പോൾ നിലവിലില്ല. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വന്ന് അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയും കുറച്ച് പരിപാടികൾ ഇതിനകത്തുണ്ട് എന്നുകൊണ്ടൊന്ന് ഓർത്തിരിക്കുക. എന്തായാലും ഞാനിവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇമേജ് ഇവിടെ ക്യാൻവയിലേക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ക്യാൻവയുടെ ഒരു പേജ് എടുത്തിട്ട് ആ പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് ഞാൻ ആ ഒരു ഇമേജ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇമേജിൽ നമുക്കിനി ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് പറയാം. ഞാനിതിന് ആദ്യമായിട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു ടൈറ്റിലാണ്. നമുക്കൊരു പ്രോഗ്രാം ആകുമ്പോൾ ഇതിന് ടൈറ്റിൽ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈറ്റിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് വരും അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ടെക്സ്റ്റ് ആണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇതിന് ടൈറ്റിലായിട്ട് കൊടുക്കുന്നത് ആർമാദം എന്ന് പറഞ്ഞ ഒരു വേർഡാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള FML കോഡാണ് കോപ്പി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ടെക്സ്റ്റ് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, ഇതിൻ്റെ FML കോഡാണ്. അതെങ്ങനെയാണ് എന്താണ് സംഭവം എന്നുള്ളതൊക്കെ നമ്മൾ മുമ്പിലത്തെ കുറേ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞാൽ ആവർത്തന വിരസതയായിപ്പോൾ നിങ്ങൾ ഇറങ്ങിയിട്ട് എഴുന്നേറ്റിട്ട് അങ്ങോട്ടേക്ക് ഓടിപ്പോവും. അതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല. FML ഫോണ്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള FML കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കോഡ് ഫോർമാറ്റ് ചെയ്യുക, അതേപോലെ ഇതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യുക എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ ടെക്സ്റ്റ് സ്റ്റൈൽസിലേക്ക് പോയിട്ട് ഡോക്യുമെൻറ്റ് സ്റ്റൈൽസിൽ CO കൊടുത്തിട്ട് നമുക്ക് ഇവിടെയുള്ള ഫോണ്ടുകളൊക്കെ നോക്കുകയാണ്. ഏത് ഫോണ്ടാണ് ഈ ഒരു ടൈറ്റിലിന് ആപ്റ്റ് ആയിട്ടുള്ളതെന്ന് നമ്മൾ നോക്കിയിട്ട് ആ ഒരു ഫോണ്ട്, ഈ ഒരു ഫോണ്ട് ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുകയാണ്. ഈ ഫോണ്ടിൻ്റെ നെയിമൊന്നും തൽക്കാലം ഞാൻ നോക്കുന്നില്ല. ഇനി ഈ ഒരു ഫോണ്ട് അവിടെ സെലക്ട് ചെയ്തിട്ട് താഴെ വന്നിട്ടുണ്ട് നെയിം. സോ ഈ ഒരു ഫോണ്ട് അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ടെക്സ്റ്റ് ഇറ്റാലിക് ആക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു ഫോണ്ടിൽ ഇറ്റാലിക് സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു ഫോണ്ട്, ഇറ്റാലിക് സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു ഫോണ്ട് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇറ്റാലിക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമാറ്റ് ഓപ്ഷൻസിലേക്ക് പോയിട്ട് ഇറ്റാലിക് എന്ന് പറഞ്ഞ ആ ഒരു ബട്ടൺ ഒന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അതൊരു ഇറ്റാലിക്കിലേക്ക് വരും. ശേഷം ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് അതിന് ഇറ്റാലിക്കിന് ആനുപാതികമായിട്ട് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ നിന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അതിൻ്റെ ഫേസിലൊന്നും കൊണ്ടുപോയി വെക്കരുത്, കാരണം നമുക്ക് കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ഥലത്ത്, അതായത് അതിൻ്റെ ഫേസും ബാക്കിയുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു ഭാഗമുണ്ട്. ഇപ്പോൾ ഞാൻ വെച്ച പോലെ അങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് നോക്കുക. ഫേസിലോ അല്ലെങ്കിൽ പറ്റ താഴെയോ ആവരുത്. അപ്പോൾ അത് നമ്മൾ ഡിസൈനിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് ഓവർ താഴെയും വരരുത്, എന്നാൽ നമ്മുടെ സബ്ജക്റ്റിനെ മൂടി പോകുന്ന രീതിയിൽ അതിൻ്റെ മുകളിൽ ഓവർലേസോ കാര്യങ്ങളൊന്നും വരാനും പാടില്ല. അപ്പോൾ അത് നമ്മൾ നോക്കുക. ഇനിയിപ്പോൾ അത് ആപ്റ്റ് ആവുന്നില്ല എങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അതിനനുസരിച്ച് മാറ്റിയിട്ട് കുറച്ച് ഹൈറ്റിലേക്ക് കൂട്ടി കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്തിട്ട് വേണം ഇങ്ങനത്തെ ഓവർലേസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊന്ന് വൃത്തിക്ക് സെറ്റ് ചെയ്യാനുള്ള കുറച്ച് പരിപാടികളാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കളർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു ഗോൾഡൻ കളർ, ഞാൻ ഇവിടുന്ന് ഒരു ഗോൾഡൻ കളറാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ പരമ്പരാഗതമായിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ഒരു ഗോൾഡൻ കളറാണ് കൊടുക്കാറുള്ളത്, കുറച്ചുകൂടി ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണാനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ആ ഒരു കീഴ്വഴക്കങ്ങളും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും നമുക്കിതൊരു 3D ടെക്സ്റ്റ് ആക്കി നമുക്ക് കൺവേർട്ട് ചെയ്യാം. 3D ടെക്സ്റ്റ് ആക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞൊരു ടെക്നിക്ക് ഉണ്ട്, വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. എന്തായാലും ഇനിയിപ്പോൾ അത് പോയി കാണാനൊന്നും നിൽക്കണ്ട, അതിനകത്തും പറയാം. സംഭവം എന്താ വെച്ചാൽ ഈ ഒരു ടെക്സ്റ്റിന് നമുക്കൊരു ഔട്ട്ലൈൻ എഫക്റ്റ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് എഫക്റ്റിലേക്ക് പോയിട്ട് ഔട്ട്ലൈൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഒരു 10-12 വാല്യൂ, അത് നമ്മൾ ആ ഒരു ടെക്സ്റ്റ് അനുസരിച്ചിരിക്കും, ആ ഒരു ഫോണ്ട് അനുസരിച്ചൊക്കെ മാറും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഗ്യാപ്പുകളുണ്ടല്ലോ, അപ്പോൾ എന്ന് പറയുന്നതിൻ്റെ അക്ഷരത്തിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പുകളുണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പ് മൂടിപ്പോകാത്ത രീതിയിലുള്ള ഒരു വാല്യൂ ആണ് അതിന് കൊടുക്കേണ്ടത് കേട്ടോ. അത് മൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു വൃത്തികേടായിരിക്കും. അപ്പോൾ ഒരു 10-12 ഒക്കെ മതിയാവും. അതിനും കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മൂടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് നോക്കി ശ്രദ്ധിച്ച് വേണ്ടൊരു വാല്യൂ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട്
ആ രണ്ടാമത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് നമുക്ക് മാറ്റി ഷാഡോ കൊടുക്കുക കേട്ടോ. ഷാഡോ കൊടുത്തിട്ട് കളർ ഏറ്റവും താഴെ കാണുന്ന ഒരു ഓറഞ്ച് ഉണ്ടല്ലോ, സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഹൈ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുൾ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഓറഞ്ച് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കത് കൃത്യമായിട്ട് അതിൻ്റെ മേളിലേക്ക് ഒന്ന് പ്ലേസ് ചെയ്യുക. കുറച്ചൊരു നെഡ്ജ്, അതായത് 1-2 നെഡ്ജ് വാല്യൂ വ്യത്യാസത്തിലൊന്ന് പ്ലേസ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3D എഫക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അതിന് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഈ ഒരു എഫക്റ്റിൻ്റെ, അതായത് ഷാഡോ എന്ന് പറഞ്ഞ ഈ ഒരു എഫക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കുറേ പ്രോപ്പർട്ടീസ് വരും. ഓഫ്സെറ്റ്, ഡയറക്ഷൻ, അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ്, ഒരു 4 പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യുന്നതിലൂടെ ഇതിൻ്റെ ആ ഒരു എഫക്റ്റ്, ഷാഡോ എന്ന് പറയുന്ന എഫക്റ്റ് എങ്ങനെ വേണമെന്നുള്ളത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനത്തിൽ നമ്മൾ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ആ ഒരു ടെക്സ്റ്റും ആ ഒരു ഷാഡോയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അതെപ്പോഴും നമ്മൾ ഒരു 10, 12, 13, 20 താഴെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനത് കുറച്ചിട്ടൊരു 26 കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഒരു -93 കൊടുത്തിട്ടുള്ളത്. ബ്ലറും കാര്യങ്ങളൊക്കെ ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലർ കൂടുന്നതിനനുസരിച്ച് അതിലൊരു എഫക്റ്റ്, ഒരു ലൈറ്റിംഗ് എഫക്റ്റ് പോലെ അല്ലെങ്കിൽ ഒരു നിയോൺ എഫക്റ്റ് പോലെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓവർ ബ്ലർ കൊടുക്കേണ്ട കാര്യമില്ല, നമുക്ക് വേണ്ട ഒരു ബ്ലർ ഇവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്കൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം ആഡ് ചെയ്ത ടെക്സ്റ്റിൻ്റെ ഔട്ട്ലൈൻ്റെ കളർ നമ്മൾ വേറൊരു കളറാണ് കിടക്കുന്നത്. അതായത് ആ ഒരു ഹൈ കോൺട്രാസ്റ്റ് ഉള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് കിടക്കുന്നത്. അത് മാറ്റിയിട്ട് നമ്മൾ ആ സെയിം കളർ, ടെക്സ്റ്റിൻ്റെ സെയിം കളർ തന്നെ ഔട്ട്ലൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കത് ഷാഡോ എഫക്റ്റ് പോയിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ചേഞ്ച് ചെയ്ത് നോക്കിയിട്ട് ഇത് ആപ്റ്റ് ആണോ നോക്കാട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഫോണ്ടിന് അനുയോജ്യമായ രീതിയിലാവുന്ന സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ ഒരു മോഡലിലേക്ക് സാധനം എത്തുന്ന രീതിയിൽ ആ വാല്യൂസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് അതിൻ്റെ എഫക്റ്റ്, ലിഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു എഫക്റ്റ് നമുക്കതിന് കൊടുക്കാം. ലിഫ്റ്റിൻ്റെ വാല്യൂ എത്ര വേണമെന്നുള്ളത് നമ്മളത് നോക്കിയിട്ട് അതിന് ആപ്റ്റായൊരു വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അത് കൃത്യമായിട്ടുള്ളൊരു വാല്യൂ നമുക്ക് പറയാൻ പറ്റില്ല. അതിന് ആപ്റ്റായിട്ടുള്ളൊരു വാല്യൂ എന്തായാലും ഒരു 50 താഴെയുള്ളൊരു വാല്യൂ ആയിരിക്കും വരിക, അത് കൊടുക്കുക. ഇനി വീണ്ടും ആ ഒരു ടെക്സ്റ്റിൻ്റെ ഒരു കോപ്പിയോട് ക്രിയേറ്റ് ചെയ്തിട്ട് എഫക്റ്റിലേക്ക് പോയിട്ട് അതിന് ഹോളോ എന്ന് പറയുന്ന എഫക്റ്റ് കൊടുക്കുക. ആ ഒരു എഫക്റ്റിൻ്റെ വാല്യൂ 10 അല്ലെങ്കിൽ ഒരു 11 ആയി കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു സാധനം അവിടെ കാണില്ല. നമ്മളതിൻ്റെ കളർ ഓപ്ഷൻസിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു ലോവർ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വൈറ്റൻ ആയിട്ടുള്ള ഒരു യെല്ലോ കളർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ പോലെ ഒരു യെല്ലോ അവിടെ വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഗോൾഡൻ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ഗോൾഡൻ 3D എഫക്റ്റ് ആ ഒരു ടെക്സ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് കുറച്ച് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കുറച്ച് പണിയുള്ള പരിപാടിയാണ്. പക്ഷേ നമ്മുടെ മലയാളം ഫോണ്ടിനൊക്കെ ഈ രീതി ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. അല്ലെങ്കിൽ നമ്മൾ വേറെ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അതിന് നല്ലത് ഈ ഒരു രീതി തന്നെയാണ്. അപ്പോൾ ടെക്സ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞാൽ, നമ്മുടെ ടൈറ്റിലിൻ്റെ പരിപാടി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഗ്രേഡിയൻറ്റും കാര്യങ്ങളൊക്കെ ഇതിനെ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമൽ ചെയ്യുന്നത് പോലെ എലമെൻറ്റ്സിലേക്ക് പോയിട്ട് സെർച്ചിൽ ഗ്രേഡിയൻ്റ് എന്ന് സെലക്ട് ചെയ്യുക. സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറേ ഗ്രേഡിയൻറ്റ് വരും. അതിൽ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രേഡിയൻറ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു ഗ്രേഡിയൻ്റാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രേഡിയൻറ്റ് എടുത്തിട്ട് നമുക്ക് താഴത്തേക്ക്, അതായത് അതിൻ്റെ താഴെ ആ ടെക്സ്റ്റ് വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം അവിടെ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിലൊന്ന് ഡ്രാഗ് ചെയ്തൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഈ ഒരു ഗ്രേഡിയൻറ്റ് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് കാണാനും അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിൻ്റെ മെയിൻ ഭാഗത്തേക്ക് അതിൻ്റെ ഫേസിലേക്ക് തന്നെ ഒരു ഫോക്കസ് കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഗ്രേഡിയൻ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ ഈ 24 എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, 6 മാസം 24 എന്ന് പറയുന്നത്, ആ 24 എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് ഞാൻ ഇതേപോലെ ഒരു 3D എഫക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം പ്രോസസ്സാണ്, നമ്മൾ ഈ ഗോൾഡൻ ചെയ്ത പോലെ തന്നെ സെയിം പ്രോസസ്സാണ്, കളർ വൈറ്റ് ആക്കി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ അറിയും, ഈ ഒരു സാധനം ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് ഫയർ വർക്കിൻ്റെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം. തീപ്പൊരി അത് തന്നെ, ആ ഒരു സാധനം കുറച്ച് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാൻവയിൽ പോയിട്ട് സ്പാർക്കെന്നോ ഫയർ സ്പാർക്കെന്നോ ഫയർ വർക്ക്സൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ കിട്ടും. പക്ഷേ ഇതൊക്കെ മിക്കവാറും പ്രീമിയം ആയിരിക്കും. അപ്പോൾ നമ്മളത് ചെയ്യേണ്ടത് വെച്ചാൽ നേരെ ഗൂഗിളിലേക്ക് പോവുക. ഗൂഗിളിൽ പോയിട്ട് ഫയർ വർക്കെന്നോ സ്പാർക്കെന്നോ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ വരും. അത് PNG ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക, ഇവിടെ കൊണ്ടുപോയിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങളുടെയും ഇതിനകത്ത് യൂസ് ചെയ്ത മെറ്റീരിയൽസിനൊക്കെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, താഴെ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓവർ ആയാലും അലമ്പാണ് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണ്ട രീതിയിൽ നമ്മുടെ പോസ്റ്ററിന് അല്ലെങ്കിൽ നമ്മുടെ ഡിസൈൻ അനുയോജ്യമായ രീതിയിൽ മാത്രമേ സാധനം കൊടുക്കുക. അടുത്തതായിക്കൊണ്ട് ഞാൻ നമ്മൾ ആ ഒരു ഫയറിൻ്റെ ഭാഗം വരുന്നുണ്ടല്ലോ, ആ ഒരു തീപ്പന്തം പിടിച്ചിട്ടുള്ള ഭാഗം, അവിടെ നമുക്കൊരു യെല്ലോ ഗ്രേഡിയൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു യെല്ലോ ഗ്രേഡിയൻറ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യെല്ലോ ഗ്രേഡിയൻറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ക്യാൻവയിൽ ലഭിക്കുന്നതാണ്. നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഗ്രേഡിയൻറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് ഈ സാധനം കിട്ടും. അപ്പോൾ ഈ ഒരു യെല്ലോ ഗ്രേഡിയൻറ്റ് എടുത്തിട്ട് അതിന് ആപ്റ്റായ രീതിയിൽ ഒന്ന് റൊട്ടേറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് ട്രാൻസ്ഫോം ചെയ്തിട്ട് ആ ഒരു ഫയറിൻ്റെ മോഡലായിക്കൊണ്ട് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്ലോ പോലെ, ആ ഒരു ഫയറിൻ്റെ ഗ്ലോ പോലെ നമുക്കൊന്ന് ഫീൽ ചെയ്യും. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ട്രാൻസ്പെറൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ഒറിജിനാലിറ്റി ഒക്കെ ഒന്ന് കൊടുക്കുകയൊക്കെ ചെയ്യാം. അത് ട്രാൻസ്പെറൻസി ഒക്കെ നമുക്ക് എത്രയാണ് വേണ്ടതെന്നുള്ളതൊക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ. ഇനി നമുക്കിതിൻ്റെ കുറച്ച് പരിപാടികൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ടല്ലോ, ഏത് ഡേറ്റിലാണ് നടക്കുന്നതെന്നുള്ളതൊക്കെ നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ
നമ്മൾ ആ ഒരു ഡേറ്റ് ഇപ്പോൾ ഡിസംബറിലായിരിക്കുമല്ലോ നടക്കുക. അപ്പോൾ ഡിസംബർ 22 എന്ന് പറഞ്ഞൊരു റാൻഡം ഡേറ്റ് ആണ്. അപ്പോൾ എന്നാണ് ഒറിജിനൽ ഡേറ്റ് അത് നിങ്ങൾ കൊടുക്കുക. ജസ്റ്റ് ഞാൻ ആ ഒരു ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡേറ്റ് കൊടുത്തിട്ട് നമുക്കത് ഇതിൻ്റെ തൊട്ട് താഴെ ആയിക്കൊണ്ട്, അതായത് ആ ഒരു 6 മാസം എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റിൻ്റെ തന്നെ തൊട്ട് താഴെ ആയിക്കൊണ്ട് ഞാനിത് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിതിനൊരു ബോൾഡ് എഫക്റ്റും അതോടൊപ്പം തന്നെ ഒരു ഇറ്റാലിക്കും കൊടുക്കണം. കാരണം ആ ഒരു ടൈറ്റിൽ ഇറ്റാലിക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇറ്റാലിക്കാണെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ റൊട്ടേറ്റ് ചെയ്ത് അതിന് പെർസ്പെക്റ്റീവായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനിത് സെറ്റ് ചെയ്യാണ്. ഇതിൻ്റെ ഫോണ്ട് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന പോപ്പിൻസോ DM സാൻസോ ക്യാൻവാ സാൻസോ റോബോട്ടോയോ ഏത് ഫോണ്ടാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ തൽക്കാലം നമ്മളെ ക്യാൻവയിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള ക്യാൻവാ സാൻസ് എന്ന് പറയുന്ന ആ ഒരു ഫോണ്ട് ഉണ്ടല്ലോ, അത് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പിന്നെ ഈ ഫോണ്ട് ചേഞ്ച് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ടൈറ്റിൽ 6 മാസം എന്ന് പറയുന്ന ഈ ഒരു ടൈറ്റിൽ നമുക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്തിട്ട് അതിൽ 6 മാസം ഒന്ന് ടൈപ്പ് ചെയ്യാം. ഇനി നമുക്ക് അതൊന്ന് ഡ്രാഗ് ചെയ്തിട്ട് ആ ഒരു ടൈറ്റിലിൻ്റെ മുകളിൽ, മെയിൻ ടൈറ്റിലിൻ്റെ മുകളിൽ ഒന്ന് പ്ലേസ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഫോണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഹാൻഡ് റിട്ടൺ ഫോണ്ട് ആയിട്ട് കൊടുക്കാം. ഞാൻ തൽക്കാലം ഈ ഒരു ഫോണ്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാണ്. നമുക്കിനി ഈ ഒരു ടെക്സ്റ്റിൻ്റെ കളറോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈറ്റിലിന് ആപ്റ്റായ രീതിയിലേക്ക് അതൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഞാൻ ഈ ഒരു ടെക്സ്റ്റ് ഒന്ന് ഇറ്റാലിക് ആക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഫോർമാറ്റിംഗ് എന്ന ഒരു ഓപ്ഷൻ എടുത്തിട്ട് ഇറ്റാലിക്ക് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് റൊട്ടേറ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് വേണ്ട സൈസിലേക്ക് ഒന്ന് ചെറുതാക്കുകയോ വലുതാക്കുകയോ ചെയ്തിട്ട് എവിടെയാണോ അത് വേണ്ടത് അവിടെ ഒന്ന് കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു സെൻറ്ററിലായിക്കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാനൊരു കാര്യം കൂടെ ഇവിടെ നിന്ന് എക്സ്ട്രാ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ ഒരു ഡിസംബർ 22 എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റിൻ്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ആൻഡോൺ എന്ന ആ ഒരു ഫോണ്ടിലേക്ക് മാറ്റുകയാണ് കേട്ടോ. കാരണം കുറച്ചുകൂടി ഒരു ബോൾഡ് ആയിട്ടുള്ളൊരു ഫോണ്ടാണ്, ഈ ഒരു വൃത്തി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഫോണ്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അത് ഇറ്റാലിക്ക് നിന്ന് മാറിയിട്ട് നോർമലായിട്ട് വന്നിട്ടുണ്ട്. അത് ഒന്നും കൂടെ നമുക്ക് ഇറ്റാലിക്കാക്കി കൊടുക്കാം. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് ഈ ഒരു 6 മാസം എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, അതിന് കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്താണ്. ഞാൻ ആദ്യം തന്നെ അതിനൊരു ലിഫ്റ്റ് എഫക്റ്റ് കൊടുക്കുകയാണ്. അതിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 50 തന്നെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഞാനത് ചേഞ്ചും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട്, കാരണം ലിഫ്റ്റിൽ നമുക്ക് കളർ വരുന്നത് ബ്ലാക്കിനെക്കാട്ടും നല്ലത് വൈറ്റ് കളറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റ് കളർ സെലക്ട് ചെയ്യുകയാണ്. ഇനി നമ്മളീ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ആരെങ്കിലുമൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. അത് ഒരുപക്ഷെ ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കോളേജ് മൊത്തത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ ആരാണോ പ്രസൻറ്റ് ചെയ്യുന്നത് നമുക്ക് കൊടുക്കണം. അതിനുവേണ്ടി ഞാനൊരു ടെക്സ്റ്റ് ബോക്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് ജസ്റ്റ് ഒരു കോളേജിൻ്റെ നെയിം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ഡിസൈൻ്റെ ടോപ്പിലായിക്കൊണ്ട് നമുക്കൊന്ന് പ്ലേസ് ചെയ്യാം. ഇനി നമുക്കതിൻ്റെ ഫോണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഫോൺസ് എടുത്തിട്ട് അതിലിതാ ഈ ഒരു ഫോണ്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൻ്റെ കോപ്പി ഒന്ന് എടുത്തിട്ട് നമുക്കതിൻ്റെ സൈസ് ഒന്ന് കുറച്ചിട്ട് അതിൽ നമുക്ക് പ്രസൻസ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു കോളേജ് നെയിമിൻ്റെ തൊട്ട് താഴെ ആയിക്കൊണ്ട് തന്നെ ഈ ഒരു ടെക്സ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ 2 ടെക്സ്റ്റിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളും പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നമുക്കിതിന് എഫക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ജസ്റ്റ് എഫക്റ്റിലേക്ക് പോയിട്ട് ഇതിന് രണ്ടിനും ലിഫ്റ്റ് എഫക്റ്റ് കൊടുക്കാം. ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എത്ര വേണമെന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ ഈ ഒരു ടെക്സ്റ്റും തമ്മിലുള്ള ഒരു വിസിബിലിറ്റി അനുസരിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ടും ഇതിനൊരു വിസിബിലിറ്റി കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, താഴെ കൊടുത്തിട്ടുള്ള ഒരു ഗ്രേഡിയൻ്റ് ഉണ്ടല്ലോ, അതൊന്ന് കോപ്പി ചെയ്തിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നമുക്കതിൻ്റെ ടോപ്പിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ടെക്സ്റ്റിൻ്റെ ബാക്ക്വേർഡായിട്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഒരു വിസിബിലിറ്റി ആ ഒരു ടെക്സ്റ്റിന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ടൈറ്റിലിൻ്റെ താഴെ ആയിക്കൊണ്ട് കുറച്ച് ഗ്യാപ്പ് കാണുന്നുണ്ടല്ലേ. സോ അതങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ബോറാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ പരിപാടി എവിടെ നടക്കുന്ന ആ ഒരു വെന്യൂ അവിടെ കൊടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഈ ഒരു പരിപാടിക്ക് എന്തെങ്കിലും ഒരു കോട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ കൊടുക്കാം. തൽക്കാലം ഞാൻ എന്ത് ചെയ്യാണ്, ഒരു സൂചന മാത്രം എന്ന് പറഞ്ഞ ഒരു കോട്ട് ഞാനിവിടെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫോണ്ട് കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ചിങ്ങം എന്ന് പറയുന്ന മലയാളം ഫോണ്ട് ഒന്ന് കൊടുക്കുകയാണ് കേട്ടോ. അവസാനമായിട്ട് ഞാൻ ഈ ഒരു സ്പാർക്കിൻ്റെ ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, ഒരു PNG ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് അതിൻ്റെ ടോപ്പിലേക്കും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡിസൈൻ്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ പരിഗണിക്കുക. സോ ദിസ് ഈസ് ദ ഡിസൈനർ ആൻഡ് സൈനിങ് ഔട്ട്. ബൈ.